ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ഫിഗർ. നിങ്ങൾ ആരെങ്കിലും ട്രെയിനിൽ ബൾക്ക് ബുക്കിങ്ങിന് ശ്രമിച്ചിട്ടുണ്ടോ? അതായത് ഗ്രൂപ്പ് ടൂർ പോകാനോ, ഒരു 10, 15, 20 അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് എന്തെങ്കിലും ട്രെയിൻ യാത്ര ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ ബുക്ക് ചെയ്യാറുണ്ട് അല്ലേ? ഒരുപാട് പേര് ശ്രമിക്കുക ആപ്പ് വഴിയായിരിക്കും. റെയിൽ യാത്രയോ കൺഫേം ടിക്കറ്റോ അല്ലെങ്കിൽ IRCTCയുടെ ഒഫീഷ്യൽ ആപ്പോ വെബ്സൈറ്റോ വഴി അറ്റ് എ ടൈം 6 പേര് 6 പേര് വെച്ചേ നമുക്ക് അതിനകത്തൂടെ ബുക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെയായിരിക്കും നിങ്ങൾ ഒരുപക്ഷേ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ലേ? ആദ്യത്തെ 6 പേര് കഴിഞ്ഞ് അടുത്ത 6 പേരുടെ ബുക്കിംഗ് ആകുമ്പോൾ ചിലപ്പോൾ അടുത്തായിരിക്കില്ല സീറ്റ്. ആദ്യത്തെ 6 പേര് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 10ഓ 15ഓ സീറ്റ് അപ്പുറമായിരിക്കും അല്ലേ? ചിലപ്പോൾ കമ്പാർട്ട്മെൻ്റൊക്കെ മാറിപ്പോകാൻ വരെ സാധ്യതയുണ്ട്. ചിലപ്പോൾ വേറെ ബോഗിയിലാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ്ലി ബുക്ക് ചെയ്തുകൊണ്ട് ഓൺലൈൻ ആൾക്കാർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ 6 പേര് വെച്ച് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും ഒരുമിച്ച് അടുത്തിരിക്കാനായിരിക്കും. ചിലപ്പോൾ അത് പറ്റിയെന്ന് വരില്ല. ഇതിന് എന്താ ബെറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബൾക്ക് ബുക്കിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ബൾക്ക് ബുക്കിംഗ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിയുമ്പോൾ റിസർവേഷൻ ഫോം എന്ന് പറഞ്ഞ് നമുക്കൊരു ഫോം അവിടെ നിന്ന് കിട്ടും. ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇതേപോലുള്ള ഒരു ഫോം നമുക്ക് എന്ത് ചെയ്യണം, അവിടെ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യണം. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും റിസർവേഷൻ ഫോം. ഈ ഫോം എടുത്തിട്ട് പിന്നെ നമുക്ക് അടുത്ത 2 കാര്യം കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ റെഡിയാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അതായത് ഒരു വൈറ്റ് പേപ്പറിൽ ഫ്രം, ടു, പിന്നെ എന്താണ് നമ്മൾ പോകുന്നത്, അതായത് എവിടെയാണ് നമ്മൾ യാത്ര പോകുന്നത്, ആ യാത്ര പോകുന്നതിൻ്റെ ഒരു കണ്ടന്റ് നമ്മളവിടെ എഴുതുക. യാത്രയ്ക്ക് പോകുന്ന ആളുടെ ലിസ്റ്റിൽ ഒരാളുടെ പേര് ലാസ്റ്റ് നമ്മൾ എഴുതി വയ്ക്കുക. ഞാനൊരു എക്സാമ്പിൾ സൈഡിൽ കാണിക്കാം. ഇതേപോലെയാണ് നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ തയ്യാറാക്കേണ്ടത്. ഈ ആപ്ലിക്കേഷൻ ഒരു വൈറ്റ് പേപ്പറിൽ നീറ്റായിട്ട് തന്നെ നമ്മൾ എഴുതുക. അവിടെ 2ൽ വയ്ക്കേണ്ടത് ചീഫ് ടിക്കറ്റിംഗ് സൂപ്പർവൈസർ എന്നാണ് കേട്ടോ. ദെൻ അതിനുശേഷം ഫ്രം വയ്ക്കുമ്പോൾ നമ്മുടെ ടീമിലുള്ള ഒരാളുടെ പേര് വേണം നമ്മൾ ആ ഫ്രമ്മിൽ വയ്ക്കാൻ. ആ വയ്ക്കുന്ന ആളുടെ പേര് വേണം പിന്നെ അങ്ങോട്ട് എല്ലാ ഡോക്യുമെൻറ്റിലും നമ്മൾ മെയിനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്രമ്മിൽ ഞാൻ പറഞ്ഞു നമ്മുടെ പേരാണ് വയ്ക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ പേരും അഡ്രസ്സും വയ്ക്കുക. 2ൽ വയ്ക്കേണ്ടത് ചീഫ് ടിക്കറ്റിംഗ് സൂപ്പർവൈസർ എന്നാണ് വയ്ക്കേണ്ടത്. ദെൻ അതിൻ്റെ താഴെ കണ്ടന്റ് എഴുതുക. ഇപ്പം ഞാനിവിടെ ഒരു യാത്ര പോകുന്നതിൻ്റെയാണ്, ഒരു കോഴിക്കോട് യാത്ര പോകുന്നതിൻ്റെ രീതിയിലാണ് ഞാനിവിടെ കണ്ടന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ എന്താണോ പർപ്പസ്, ആ പർപ്പസ് പറഞ്ഞുകൊണ്ടുള്ള കാര്യം വേണം അവിടെ മെൻഷൻ ചെയ്യാൻ. അതോടൊപ്പം തന്നെ എത്ര പേരാണ് നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുന്നതെന്നും ആ വിവരണത്തിൽ മെൻഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഇത് നമുക്ക് മാനുവലി പേപ്പർ കൈകൊണ്ട് എഴുതിയാൽ മതി കേട്ടോ. വേറെ പ്രിന്റഡ് ഫോമിലൊന്നും വേണോ അതല്ല, ജസ്റ്റ് വൈറ്റ് പേപ്പറിൽ എഴുതേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ വേണ്ട ഡോക്യുമെന്റ് പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് തയ്യാറാക്കുക. അതൊരു പ്രിന്റഡ് ഫോമിലായ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതായത് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടേബിൾ ഫോർമാറ്റിൽ എന്ത് ചെയ്യുക, പോകുന്നവരുടെ ലിസ്റ്റ് സീരിയൽ നമ്പർ ക്രമത്തിൽ ഫുള്ളി ലിസ്റ്റ് ചെയ്യുക. 20 പേരാണെങ്കിൽ 20 പേരുടെ പേരിൻ്റെ ലിസ്റ്റ് എഴുതുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ പറയാം. ഒന്നാമത്തെ പേര് നമ്മൾ നേരത്തെ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയപ്പോൾ ഫ്രം എന്ന് പറഞ്ഞ പേര്, അപ്പോൾ ആ ഫ്രമ്മിൽ എഴുതിയ ഒരു വ്യക്തിയുടെ പേരായിരിക്കണം ഈ ടേബിളിലെ ഒന്നാമത്തെ സീരിയൽ നമ്പറിൽ വരേണ്ടത്. അയാളുടെ പേര് ആദ്യം തന്നെ കൊടുക്കുക. എന്നിട്ട് ബാക്കി അതിൻ്റെ താഴെ ക്രമത്തിൽ ബാക്കി എല്ലാവരുടെ പേരും എഴുതുക. പേരിൻ്റെ തൊട്ടടുത്ത കോളത്തിൽ വരേണ്ടത് ഏജാണ്, വയസ്സാണ്. എല്ലാവരുടെ ഏജും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത കോളത്തിൽ വരേണ്ടത് ബർത്താണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മുടെ ടീമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക് ചെയ്യുന്ന കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ലോവർ ബെർത്ത് ഒക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അവർക്ക് കയറിയൊക്കെ മുകളിൽ പോയി മുകളിലത്തെ ഇപ്പം അപ്പർ ബെർത്തോ അല്ലെങ്കിൽ മിഡിൽ ബെർത്തൊക്കെ കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ലോവർ ബെർത്തൊക്കെ അവിടെ ആവശ്യം വന്നേക്കാം. അതുകൊണ്ട് ബെർത്ത് എന്നുള്ള കോളം കൂടെ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് ആർക്കൊക്കെയാണോ ലോവർ ബെർത്ത് വേണ്ടത് അങ്ങനെയുള്ള പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. മറ്റു ബെർത്തിൻ്റെ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇങ്ങനെയുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, അവിടെ തയ്യാറാക്കി നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പം എന്തൊക്കെയാണ് സീരിയൽ നമ്പർ, പേര്, നെയിംസ് ആഡ് ചെയ്യുക, ഏജ് ആഡ് ചെയ്യുക, ബെർത്ത് ആഡ് ചെയ്യുക. ഇത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ദെൻ അതിൻ്റെ താഴെ നമ്മൾ പോകേണ്ട ട്രെയിനിൻ്റെ നെയിം, ട്രെയിൻ നമ്പർ കൃത്യമായിട്ട് ഞാൻ ഇവിടെ മെൻഷൻ കാണിക്കുന്ന പോലെ തന്നെ ഇതേപോലെ കൃത്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. നമ്മളത് ഏത് ട്രെയിനിലാണ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. റെയിൽ യാത്രയോ കൺഫേം ടിക്കറ്റിലോ ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞ് അപ്പം ഇവിടെ നമ്മുടെ എന്താണ് ഡീറ്റെയിൽഡ് ലിസ്റ്റ് തയ്യാറാക്കുന്ന പേപ്പറിൽ താഴെ ടേബിളിൻ്റെ താഴെ എന്ത് വേണം, ട്രെയിൻ നമ്പർ വേണം, ട്രെയിനിൻ്റെ നെയിം വേണം, ഇതുപോലുള്ള ഡീറ്റെയിൽ എല്ലാം വേണം. എന്നിട്ട് നമ്മുടെ അവിടെ അഡ്രസ്സും അവിടെ പറഞ്ഞ ഒരാളുടെ അഡ്രസ്സ് പറഞ്ഞില്ലേ, അയാളുടെ അഡ്രസ്സും വേണം. അതായത് ഫ്രം വയ്ക്കുന്ന
ആ വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ ഇതും കൂടെ കൃത്യമായിട്ട് കൊടുക്കുക. അതാണ് ഗ്രൂപ്പിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ വേണ്ടത്. ഇത് കൃത്യമായിട്ട് നമ്മുടെ ഒരു മാനുവലി ഹാൻഡായിട്ട് എഴുതാണ്ട് ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പം ഒന്ന് വേർഡിലെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിരിക്കും. അതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെയും അവർ ഇപ്പം നമ്മൾ സൂപ്പർവൈസറിൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലേണ്ട ആവശ്യമുണ്ട് അതിന് ശേഷം. അപ്പോൾ അവർ പിന്നെയും എഡിറ്റ് ചെയ്യാൻ പറയത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറയത്തില്ല. നല്ല ക്ലിയർ ആയിട്ട് ഒരു പ്രിന്റഡ് ഫോമിൽ തന്നെ കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഒരു വേർഡ് തന്നെ തയ്യാറാക്കുക, എന്നിട്ട് പ്രിന്റിംഗ് ഷോപ്പിൽ കൊടുത്തിട്ട് നമ്മളൊരു പ്രിന്റ് എടുക്കുക. ഓക്കെ, ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻറ്റും ഞാൻ ഡോക്കായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ലിങ്ക് ത്രൂ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മെയിൻലി 2 ഡോക്യുമെൻറ്റ് തയ്യാറാക്കി അല്ലേ. ഒന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കി, രണ്ടാമത് നമ്മൾ ഒരു പോകുന്ന ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിലിൻ്റെ ഒരു പ്രിൻ്റ് നമ്മൾ എടുത്തു വെച്ചു. ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ പറഞ്ഞ ആ ഒരു റിസർവേഷൻ ഫോമാണ്. റിസർവേഷൻ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ട മെയിൻ 1-2 കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളെല്ലാത്തിലും ഫ്രം വെച്ച ഒരു വ്യക്തിയുണ്ടല്ലോ ടീം, ആ വ്യക്തിയുടെ പേരായിരിക്കണം ഇവിടെ ഈ റിസർവേഷൻ ഫോമിൽ എഴുതേണ്ട. ആ ഒറ്റ ഒരാളുടെ പേര് മാത്രം എഴുതുക, ഏജ് എഴുതുക, എന്നിട്ട് തൊട്ടപ്പുറത്ത് പ്ലസ് എത്രയാണോ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നത്. ഇപ്പം ടോട്ടൽ 15 പേരാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേര് പ്ലസ് കഴിഞ്ഞിട്ട് അവിടെ 14 പേര് ഇട്ടാൽ മതി. അപ്പോൾ ആ 14 പിന്നെ നിങ്ങളും ചേർത്ത് 15 പേരായിട്ട് അവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ഈ ഫോമിനെ ഒന്ന് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ വേറെ പിന്നെ ഈ ഒരു റിസർവേഷൻ ഫോമിൻ്റെ താഴെ നിങ്ങളുടെ ഫോൺ നമ്പർ, അഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. അത് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വിട്ടാൽ മതി. അപ്പം ഈ ഫോമും നമ്മൾ ആദ്യം ചെയ്ത ആപ്ലിക്കേഷൻ, വൈറ്റ് പേപ്പറിൽ എഴുതിയ ആപ്ലിക്കേഷനും നമ്മുടെ എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കിയ പ്രിന്റ് പേപ്പറും, ഈ 3ഉം കൊണ്ട് എവിടെ പോകണം? ചീഫ് ടിക്കറ്റിംഗ് സൂപ്പർവൈസറിൻ്റെ അടുത്ത് പോകണം. അതായത് റെയിൽവേയുടെ ചീഫ് ടിക്കറ്റിംഗ് സൂപ്പർവൈസറിൻ്റെ അടുത്താണ് പോവേണ്ടത്. അത് യൂഷ്വലി ഈ ചീഫ് ടിക്കറ്റിംഗ് സൂപ്പർവൈസറിൻ്റെ റൂം എന്ന് പറയുന്നത് നമ്മുടെ ടിക്കറ്റ് എടുക്കുന്ന സെക്ഷൻ്റെ തൊട്ടടുത്തായിരിക്കും ഈ റൂം വരുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവരുടെ ഓഫീസർ ഉണ്ടാവും. ഈ ഓഫീസറിൻ്റെ അടുത്ത് കാണിച്ചാൽ അവർ പ്രോപ്പറായിട്ട് നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു സൈൻ ചെയ്ത് തരും. ഈ സൈൻ ചെയ്ത് തരുന്ന പേപ്പർ നേരെ തിരിച്ച് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഈ ടിക്കറ്റിംഗ് കൗണ്ടറിൻ്റെ ഏറ്റവും എൻഡിലൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ബൾക്കിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടാവുക. അപ്പോൾ ഈ ബൾക്കിൻ്റെ സെക്ഷൻ കൗണ്ടർ എവിടെയാണോ അവിടെ പോവുക. നമുക്ക് ടിക്കറ്റിംഗ് സൂപ്പർവൈസർ നമുക്ക് അതിലൊരു ടോക്കൺ നമ്പർ ഇട്ട് തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ പോയി നിന്നാൽ മതി. ടോക്കൺ നമ്പർ വിളിക്കുന്ന അനുസരിച്ച് നമ്മൾ ചെല്ലുക. അപ്പോൾ അവർ നോക്കിയതിന് ശേഷം എമൗണ്ട് പറയും. നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ കയ്യിലോ ഇൻ ഹാൻഡ് ക്യാഷോ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഇങ്ങനെ ചെയ്തതുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് നമ്മുടെ അടുത്തടുത്ത് തന്നെ കിട്ടും. നമുക്ക് എല്ലാവർക്കും, ഗ്രൂപ്പിൽ പോകുന്ന എല്ലാവർക്കും ഒരുമിച്ച് അടുത്തടുത്ത കമ്പാർട്ട്മെൻറ്റിൽ തന്നെ അടുത്തടുത്ത സീറ്റുകളിൽ തന്നെ ഇരുന്ന് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.